വേഗം വന്നിട്ടാ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ കൊടുത്ത കേസിൽ കഴമ്പില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചപ്പോൾ ആ പരാതിയിലെ ചില വാചകങ്ങൾക്കെതിരെ 10 കോടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ശപഥം ചെയ്ത് തന്റെ വക്കീലിന്റെ പേരും പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അയക്കെന്ത് മാത്രം മാനസികമായ വിഷമുണ്ടായി കാണും. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ആ നഷ്ടപരിഹാര കേസ് എവിടം വരെ എത്തി? അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കേട്ടോടത്തോളം മതിയായി മോളെ. ഇത് നമ്മൾ നടക്കോ ഇല്ലയോന്നോ നോക്കിയിട്ടൊന്നുമല്ല, നമ്മളിത് വിശ്വസിച്ചങ്ങോട്ട് ചെയ്യല്ലേ. ലോകത്തിൽ ഇന്ന് വരെ ആരും പറയാൻ മടിക്കുന്ന അവിഹിത കഥകൾ അൻസിബയ്ക്ക് നേരെ പടച്ചുവിട്ട ലക്ഷ്മിപ്രിയക്കെതിരെ എത്ര കോടി രൂപയ്ക്കാണ് അൻസിബ കോടതിയെ സമീപിക്കേണ്ടത്? തുക ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ലക്ഷ്മിപ്രിയയെ കുറിച്ച് കേട്ടാൽ ലജ്ജിച്ചു പോകുന്ന പല കഥകളും അൻസിബയ്ക്കും അറിയാം. ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര് ഓഹോ ഞാനെങ്ങും കണ്ടിട്ടില്ലേ. അതൊന്നും അവരെ മോശക്കാരിയാക്കാൻ അൻസിബ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒട്ടു പറയുകയുമില്ല. അവർക്കോ സംസ്കാരമില്ല, നമ്മളതുപോലാവണോ? വേണ്ട. ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും നിലപാടുകളെയും അവിഹിത കഥകൾ കൊണ്ടല്ല നേരിടേണ്ടത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പുലി പതുങ്ങിയത് വെറുതെ ആയിരുന്നില്ല, അവിഹിത കഥകൾ മെനഞ്ഞെടുക്കാനായിരുന്നുവെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായത്. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഇനി എന്തായാലും ഈ കഥാനായികയ്ക്ക് ഇത്തരം നുണക്കഥകൾ രചിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് വീട്ടിലിരിക്കാം. താരസംഘടനയിലെ ആധിപത്യം ഇനി ഇവർക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം ഒരിക്കലും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഏത് സമയവും ഏത് വിധേനയും അത് മാറാം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഇത് പറയുവാൻ ഇതിനെ ശരിവെക്കുന്ന ഒരു സംഭവമുണ്ട്. ജനറൽ ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. നീനാക്കുറുപ്പിന് നേരെ ലക്ഷ്മിപ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മിപ്രിയ തന്നെ നീനാക്കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. നീനാക്കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാൽ വരെ പിടിക്കുന്ന എനിക്കിപ്പം മനസ്സിലായി. പ്രശ്നങ്ങൾ തീരുന്നത് നല്ല കാര്യമാണ്. മനുഷ്യർ പരസ്പരം വൈരം മറന്ന് ജീവിക്കുന്നതാണ് ഉത്തമം. നീയൊക്കെ എത്രയേ ഉള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ഇനി അൻസിബയോടും താൻ ദേഷ്യം വന്നപ്പോൾ ചുമ്മാതെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്താൽ ഒരു പക്ഷേ ആ പ്രശ്നവും അവസാനിച്ചേക്കാം. സത്യം. എന്നാ കശവിശയെങ്കിലും ആകട്ടെ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.